ബാർ കാണും. ജിൽ ജിൽ കണ്ടോ, ജിൽ ജിൽ ബാർ കണ്ടോ. ഇതൊക്കെ കണ്ട ഏതൊരു മലയാളിക്കും കാര്യം പെട്ടെന്ന് മനസ്സിലാകും. കണ്ടോ കണ്ടോ. ഇത് നമ്മുടെ എറണാകുളത്തെ ബിനാലയല്ല കേട്ടോ, ഇത് മറ്റൊരു കലാരൂപമാണ്. ഒരുപാട് പേര് ചേർന്നുണ്ടാക്കുന്ന ഒരു കലാരൂപമാണ്. കണ്ടോ, ഇതാണ് ആ കൗണ്ടർ. അത് അവിടുന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. കണ്ടോ, നമ്മുടെ ബിവറേജ് പോലൊന്നുമല്ല കേട്ടോ, ഇവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാം. എല്ലാം നല്ല അടിപൊളി സെറ്റപ്പ്. കണ്ടോ കണ്ടോ കണ്ടോ. ഇനി മറ്റൊരു കാഴ്ച കാണിക്കാം കേട്ടോ, അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. കുപ്പികളുടെ ഒരു കൂമ്പാരം കണ്ടോ. ഈ ഒരു പാമ്പ് കണ്ട അതിനകത്തോട്ട് കയറി പോകുന്നു കേട്ടോ, ദൈവമേ. ഇത് സത്യഭാമ കുപ്പികൾ, ഇത് അല്ലാത്ത കുപ്പികൾ കേട്ടോ, മാറ്റിയിട്ടിരിക്കാം. ഇവിടെ ആ വേർതിരിവുണ്ട് കേട്ടോ. കുപ്പികളുടെ മുകളിലാണ് മക്കളെ, കുപ്പികളുടെ മുകളിലാണ്. കണ്ടോ, ആയിരക്കണക്കിന് കുപ്പികളുടെ പുറത്താണ് നമ്മളിപ്പോൾ കിടക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ബിയറിന് എത്ര വില? എത്ര 170 രൂപ. ഇത് കണ്ടോ, നമ്മളുടെ പരുത്തിച്ചെടിയാണ്, കോട്ടൺ. കണ്ടോ, ഇത് കംപ്ലീറ്റ് കോട്ടൺ ചെടികളുടെ ഒരു തോട്ടം. நல்ல ஒரு நமக்குள்ள ட்ரெஸ் தெரியும் தெரியும் காட்டன் அதெல்லாமே தெரியும். நீங்க எப்படி இது விதை மாத்துன்னு இப்படியே எடுத்து ഓ நான் மடிச்சு നിറച്ച് അടിപൊളി. இப்படி எடுத்து மழை மேகமா இருக்கா, வீட்டில் போட்டு இது எடுக்கணும். அப்படி எடுக்கணும், இப்படித்தான் எடுக்கணும். அப்படித்தான் மழை பெஞ்சிரும்னு இப்படியே பண்ணிட்டு இருக்கேன். பஞ்சை மட்டும் தான் எடுக்கணும். மழை மேகமா இருக்க போய் இப்படி நாங்கள் சொலையோடைய பிடுங்குதான் வீட்டில் போட்டு எடுத்துக்கிடுவாங்க. ஆமாம், இதை மட்டும்தான் எடுக்கணும். இது சொலையை தூர போடுறோம். ഇങ്ങനെയാണ് ഇവർ സാധാരണ കളക്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് മഴ പെയ്യുന്നതുകൊണ്ട് അവർ ഒടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇനി വീട്ടിൽ പോയിട്ട് അവരത് ഇളക്കിയെടുക്കും. ഇങ്ങനെ അവർ ഇളക്കിയെടുക്കും. അവർ ഭയങ്കര ഫാസ്റ്റ് എടുക്കും, നമ്മളെടുക്കും. എന്നിട്ട് ഇവർ ഗിന്നിങ്ങിന് മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സീഡ് കളയുന്നത്. നല്ല അടിപൊളി കോട്ടൺ. കോട്ടൺ ഫാമാണ്, കാണുന്നതെല്ലാം കോട്ടൺ ഫാമാണ്. അത് എടുത്തിട്ട് അവരതിൻ്റെ തോടുകൾ, അവർ കോട്ടൺ എടുത്തിട്ട് അതിൻ്റെ തോട് ഇവിടെ ഇരുന്ന് കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് തല്ലി എടുത്തതല്ലേ. ഓ, എന്നിട്ട് അതിൻ്റെ ഇത് ഇട്ടിരിക്കും. സീഡ് അവർ യൂസ് ചെയ്യും. പരുത്തിക്കുരു എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം വേറെ പല ഭയങ്കര ഹൈലി പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് പല സാധനങ്ങൾക്ക് ഉപയോഗിക്കും. ഇത് കണ്ടിട്ട് നാടൻ ഇതുപോലെയുണ്ട്, മറ്റേതുപോലെ അത്രയും വലിയ ഹാർവെസ്റ്റ് ഇല്ല. ഇപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ആണല്ലോ കൂടുതലും. പക്ഷെ ഇത് കണ്ടിട്ട് ജനറ്റിക്കലി മോഡിഫൈഡ് പോലെ തോന്നുന്നില്ല. ഇത് നാടൻ പരുത്തി പോലെ തന്നെയാണ് ഇപ്പോൾ കണ്ടിട്ടിരിക്കുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്ലവർ ചെയ്യും,
വേറെ കളയൊന്നും ഉണ്ടാവില്ല, വേറെ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ രീതിയിലാണ് GM ക്രോപ്പാണ് ഏറ്റവും വന്ന. BT കോട്ടൺ, ബാസിലസ് തുറിഞ്ചൻസിസ് കോട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് വന്നത് കോട്ടണിലാണ്. മസ്റ്റേർഡ്, ബാക്കി പല സാധനങ്ങളിലും വന്നു. പക്ഷേ ഇതിലാണ് ആദ്യം വന്നത്. കണ്ടിട്ട് GM പോലെ തോന്നുന്നില്ല, പക്ഷെ എനിക്ക് ഷുവർ അല്ല. ഇവിടെ ഇച്ചിരി കൂടെ പിച്ച് വലിയ വേറൊരു സാധനം കാണാം. നമുക്ക് ബീവർ ബേർഡിനെ കാണാം. നമുക്ക് ഇവിടെ ഉണ്ടോ? ആ മരത്തേലൊക്കെ കാണും അല്ലേ? കണ്ടോ? എൻ്റെ അമ്പോ, ഇവിടുത്തെ ഇതിൻ്റെ ഈ ഇവിടുത്തെ കട്ടുറുമ്പിൻ്റെ വലിപ്പം കണ്ടോ? എൻ്റെ അമ്പോ, കട്ടുറുമ്പ്. അയ്യോ, വലിയ കട്ടുറുമ്പ് കണ്ടോ? ആ പറ പറ. മിണ്ടാണ്ടിരുന്ന തുക്കണാകുരുവിയെ അതിൻ്റെ ബേബീസിനെ നെസ്റ്റ് ചെയ്യണം. ഇതെല്ലാം ഫ്രഷ് നെസ്റ്റുകൾ. ആ താഴെ കാണുന്നത് ഓൾഡ് നെസ്റ്റാണ്. ഇതിനകത്ത് ബേബീസ് ഉണ്ട്. അതിനകത്ത് ബേബീസ് ഉണ്ട്. ഏറ്റവും സേഫായ സ്ഥലത്താണ് കൂടുണ്ടാക്കിയിട്ടേക്കുന്നത്. ഇവിടുന്ന് നമ്മുടെ ഈ കൃഷി സ്ഥലത്തിലേക്ക് വെള്ളം എടുക്കുന്ന വലിയ കിണറാണ് കേട്ടോ. ഇതെങ്ങനെയായാലും മനുഷ്യനും പാമ്പിനൊന്നും വന്ന് കയറാൻ പറ്റില്ല. ഇതിൻ്റെ കൂടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. ഇതിനുള്ളിൽ കൂടി പോയിട്ട് ഉള്ളിലൊരു അറയുണ്ട്. ഇപ്പം സാധാരണ ഒരാൾക്ക് കൈയിട്ടാലൊന്നും അതിൻ്റെ കുട്ടിയെ എടുക്കാൻ പറ്റില്ല. അത് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ചിലതിന് 2 നില 3 നിലയൊക്കെയുള്ള നെസ്റ്റുകളുണ്ട്. അത് ഇത് മനുഷ്യരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഡേറ്റേഴ്സിനെ പറ്റിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ആൾക്കാർ അടുത്തുള്ള സ്ഥലത്ത് ഒന്നും കുട്ടികളുണ്ടാവില്ല. അത് അങ്ങനെ ഒരിടം പറ്റിക്കാൻ വേണ്ടി വയ്ക്കും. അത് ഒരെണ്ണം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. എന്താ കയറ് കാലിലെ ചുറ്റിച്ചേക്കുന്നത്? അത് ഇതിന്ന് വലിച്ചെടുക്കാനായിട്ടല്ലേ? എന്താ പറയുക, എൻ്റെ പേരെന്താ, നമ്മുടെ ഫുഡ് വാൽവില്ലേ, ഫുഡ് വാൽവ് പൊക്കാനും താത്താനും. ഇതും കാണാൻ നല്ല പേടിയാണ്. വലിയ കിണറല്ലേ ഇവിടെ? ഭയങ്കര ഡെപ്തിലാണല്ലോ. കാര്യം ഇത്രയും കൃഷി സ്ഥലത്തിലേക്ക് വെള്ളം എടുക്കേണ്ടതല്ലേ. നമ്മളിവിടെ കണ്ട ഒരു കായ കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതുണ്ടോ, ഇവിടെ കാണുന്ന ഓരോ ചെടികളുടെയും കാ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. കണ്ടോ? ഒരു റാപ്റ്ററിൻ്റെ ബീക്ക് പോലെ കണ്ടോ, നല്ല രസമുണ്ടല്ലേ? ഇതെന്തോ ഒരു മില്ലറ്റ്സ് ആണെന്ന് തോന്നുന്നല്ലേ? കൊമ്പ് പോലെ അല്ലേ? മില്ലറ്റ്സ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഇതിൻ്റെ തോട്ടമാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ശങ്കരൻകോവിലെത്തി. സത്യത്തിൽ നമ്മുടെ യാത്രയുടെ ഏകദേശം ഒരു പകുതി ദൂരം എത്തിയെന്ന് പറയാം. നോ എൻട്രി അങ്ങോട്ട്. ഇത് ശങ്കരൻകോവിലിനെ ചുറ്റിയുള്ളൊരു റോഡാണ്. അവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ നല്ല രസമാണ്. ഓരോ കളറുകളാണ് ഓരോരോ വീടുകൾക്ക്. അതുകൊണ്ട് അങ്ങ് കാണുന്നത് ഈ അമ്പലത്തിലെ വലിയ തേരാണ്. ഉത്സവ സമയത്തൊക്കെ ഇത് ആളുകൾ കെട്ടി വലിച്ചുകൊണ്ട് പോകും. വലിയ മരത്തടി വെച്ച് ചെയ്തത്. നല്ല പുല്ലേ തിരിച്ചു പോയായിരുന്നെങ്കിൽ കൊണ്ടുവരുന്നത്. കളർ സാധനം കണ്ടോ? തമിഴ്നാട്ടിലെ ചെറിയ ടാങ്കർ ലോറി കണ്ടോ? നമ്മുടെ ടാറ്റയുടെ വണ്ടി കണ്ടോ? காவல்துறை அல்லது கோவில் முன்பு அமைக்கப்பட்டுள்ள புற காவல் நிலையத்தில் தகவல் தெரிவிக்க வேண்டும். നമ്മളിവിടെ വണ്ടി വെച്ചിട്ട് ശരിക്കും ശങ്കരൻകോവിലോട്ടൊന്ന് വന്നതാണ്. അപ്പോൾ വണ്ടിയെ നിറച്ചും ബാഗും കാര്യങ്ങളും ഇരിക്കുക. അപ്പോൾ ഇവിടെ അനൗൺസ് ചെയ്യുവാണ്, വണ്ടിയിൽ വെക്കുന്ന സാധനങ്ങൾ, പോക്കറ്റിൽ കിടക്കുന്ന മൊബൈലുകൾ, കൊണ്ടുവരുന്ന പിള്ളേർ, ഇങ്ങനെയുള്ള എല്ലാവരെയും ശ്രദ്ധിച്ചോണം. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകാനോ അടിച്ചു മാറ്റപ്പെടാനോ ചാൻസ് ഉണ്ടെന്ന്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച്
ബൈക്ക് ഇരിക്കുന്നിടത്തോട്ട് പോവുകയാണ്. കാര്യം അതേൽ ഒരു കെട്ട് സാധനമാണ് വെച്ചേക്കുന്നത്. ഇതാണ് ഒപ്പൻഷ്യ, ചപ്പാത്തി കള്ളി എന്ന് മലയാളത്തിൽ പറയും, തമിഴിലും ചപ്പാത്തി കള്ളി എന്നാണ് പറയുന്നത്. ഇതിന് ഫ്രൂട്ട്സ് ഉണ്ട്. ഇതിപ്പം ആയിട്ടില്ല, ഈ ഫ്ലവർ പോയി കഴിയുമ്പം ഇതൊന്നും ആയിട്ടില്ല. ഇത് കുറച്ചും കൂടി വലുതാവും. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒക്കെ പോലെ, ഡ്രാഗൺ ഫ്രൂട്ട് കാക്ടസ് അല്ലേ, അതേപോലെ തന്നെയാണ്. ഇതിൻ്റെ മുള്ള് കളഞ്ഞിട്ട് നടുവേ മുറിച്ചിട്ട് അതിനുള്ളിൽ അതിൻ്റെ ഫ്ലഷി സാധനമുണ്ട്. അത് കഴിച്ചാൽ വയറിന് ഭയങ്കര നല്ലതായിരുന്നു. ഇപ്പോൾ വയറ് കേടാവുമോ എന്തെങ്കിലും ചെയ്യുമ്പോൾ എല്ലാവരും അതാണ് ഇവിടെ തമിഴ്നാട്ടിലെല്ലാവരും കഴിക്കുന്ന ഒരു സാധനം. പ്രിക്ലി പെയർ എന്നാണ് അതിൻ്റെ കോമൺ നെയിം. ഒപ്പൻഷ്യ എന്നാണ് അതിൻ്റെ. നമുക്ക് കിട്ടുന്ന എല്ലാ ചെടിയും എടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഉള്ളിയുടെ വിളവെടുപ്പാണ്. ഇതെല്ലാം നല്ല വിളഞ്ഞ ഉള്ളിയാണ് കണ്ടോ, നല്ല ഏമണ്ടൻ ഉള്ളി കണ്ടോ കണ്ടോ. ഈ നിൽക്കുന്നത് മൊത്തം ഉള്ളിയാണ്. നമ്മൾ നെൽപ്പാടം പോലെ തോന്നും, പക്ഷെ മൊത്തം ഉള്ളിയാണ് കണ്ടോ. ഉള്ളി പറിക്കാ. അങ്ങോട്ട് വരാം, അങ്ങോട്ട് വരാം. വെങ്കായം. ആ, കേരളത്തിൽ ചുമല ഉള്ളി, ചുമല ഉള്ളി, ചെറിയ ഉള്ളി. ആ, ചെറിയ ഉള്ളി. പെരിയ ഉള്ളി സവോളയാ. ഇല്ലില്ല, അങ്ങേ ചെറിയ ഉള്ളി. ഇവ സെവപ്പുള്ളി എന്ന് മലയാളത്തിൽ പേര് கூட தெரியல. ஆ, எங்க இதுக்கு அப்புறம் காய போடுவோம். ஓ, அப்படியே எடுத்து அது நறுக்கி மேலே நறுக்கி அதுக்கப்புறம் காய போடும். அப்போ இது நீங்கள் வேற விற்குமா? இது ஒன்றும் செய்ய முடியாது. ஓ, கேரளாவில் எல்லாம் இது சாப்பிடுவீங்களா? ഫ്രൈഡ് റൈസിലൊക്കെ நீங்கள் என்ன பண்ணுங்க? സ്പ്രിംഗ് ഓണിയൻ தூரம் போட்டுருவோம். அப்படியே தூரம் போடு. இதை தூரம் போட்டுருவோம். நான் கொஞ்சம் பறிக்கட்டுமா? പറിച്ചു കൊടുക്ക്, പറിച്ചു കൊടുക്ക്, പറിച്ചു കൊടുക്ക്, പറിച്ചു കൊടുക്ക്, മൊത്തം പറിച്ചു കൊടുക്ക്. എങ്ങനെയാ ദിവസം കൂലി എങ്ങനെ ചോദിച്ചു? வேணுமா? 2 ஆள் இருக்கு. உங்களுக்கு அசிஸ்டண்டா வேற. அதான் உங்களுக்கு அசிஸ்டண்டா வேற நாங்க. ഇതാണ് നമ്മുടെ ചെറിയ ഉള്ളി, കൊച്ചുള്ളി കൃഷി. ഞങ്ങൾ ഹാർവെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ചിന്ന വെങ്കായം എന്ന് പറയും. കണ്ടോ, നല്ല കളർഫുൾ. ഇവിടെ പക്ഷേ ഇവരിത് കട്ട് ചെയ്ത് കളയുക ചെയ്യുന്നത്. നമ്മുടെ അവിടെ ഇത് ഫുഡിന് യൂസ് ചെയ്യുന്നത്. സ്പ്രിംഗ് ഓണിയൻ അല്ലേ? സൂപ്പറാ. இது வைப்போம். அப்படியா? அப்படி காய வச்சு பயிராகி காய் விளைஞ்சு வரும். ஓ, விதையில்ல? ஆமா, விதை இல்ல, இதே காய் தான். ഓ, பொடிக்காய் தான். പൊടിക്കായ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവർ ഇതിന്റെ ചെറിയ ഉള്ളി നടും, ചെറിയ പീസസ് അല്ലേ, അതെടുത്ത് ഉണക്കി വെച്ചിട്ട് അതാണ് നടുന്നത്. ചില ഇത് അപ്പടിയേ നടും. വിതയില്ല, വിത്തല്ല അവർ നടുന്നത്. ചില സ്ഥലങ്ങളിൽ അതിന്റെ സീഡ്സ് ആണ് ചെയ്യുന്നത്. അത് ഒരു ഫ്ലവർ ചെയ്യാൻ വെക്കും. നമ്മൾ ഉള്ളിയുടെ ഇത് കിട്ടില്ല, സ്പ്രിംഗ് അണിയൻ എന്ന് പറഞ്ഞ് കിട്ടുന്നത്, അത് ഇതല്ല. അത് കുറച്ചൊരു ഫ്ലവർ ചെയ്തിട്ട് അതല്ലേ കിട്ടുന്നത്. അത് കഴിയുമ്പോൾ സീഡാവും, അതാണ്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ഉള്ളി ചീഞ്ഞു പോകുമല്ലോ. അത് സ്പ്രിംഗ് അണിയന് വേണ്ടി മാത്രമായിട്ട് വെക്കുന്നതാണ്. പക്ഷേ അത് ഉള്ളിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഉള്ളിയിൽ നിന്ന് ഗുണമെല്ലാം എടുത്തിട്ടാണല്ലോ അത് പൂവാകുന്നത്. എന്ത് പെട്ടെന്ന് പറിക്കുന്നത്. ரொம்ப ஃபாஸ்ட்டாக நீங்கள் பண்ணிட்டு இருக்கீங்க. വേഗமாக പറിച്ചിട്ട് சொன்னாங்க. ഇതാണ് അവരുടെ ട്രഡീഷണൽ ബ്രിഞ്ചോൾ. ഇതിനാണ് അവർ ബ്രിഞ്ചോൾ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വേർഡ് ഇല്ല ആക്ച്വലി കേട്ടോ. ഇതിൻ്റെ പേര് എഗ് പ്ലാന്റ് എന്നാണ്. നമ്മൾ ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷിലാണ് ബ്രിഞ്ചോൾ എന്ന് പറയുന്ന വാക്ക്. ഇതിൻ്റെ പേര് എഗ് പ്ലാന്റ് എന്നാണ്. മലയാളത്തിൽ എന്ത് പറയും? വഴുതനങ്ങ. ഓക്കെ, അപ്പോൾ അതാണ് വഴുതനങ്ങ. ഇതാണ് ശരിക്കുള്ള എഗ് പ്ലാന്റ് എന്നാണ്. ഇത് നാടൻ ട്രഡീഷണൽ വെറൈറ്റിയാണ്. ഇവർ അധികം വിഷമൊന്നും അടിച്ചിട്ടില്ല, കാരണം കണ്ടാൽ ഇതിൽ പുഴുവൊക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള, ഇതിനകത്ത് ഏറ്റവും വലിയ സൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ എന്താ പറയുക, ഹൈബ്രിഡ് GM സാധനങ്ങളൊക്കെ ഭയങ്കര വലിപ്പമുള്ളത്. ട്രഡീഷണലായിട്ടും വലുതുണ്ട്, പക്ഷേ ഇപ്പം ഇങ്ങനത്തെ ട്രഡീഷണൽ വെറൈറ്റീസ് ഒക്കെ കിട്ടുന്നത് വളരെ കുറവാണ്. ഈ നിൽക്കുന്നത് മുഴുവൻ നമ്മുടെ കത്തിരിയാണ്. കത്തിരി.
കത്തിരി എന്ന് പറയുന്നത് മറ്റതില്ലേടാ? അല്ല, അത് കക്കിരി. കക്കിരി. Cucumber. ആ, Plant. നമ്മൾ ഒരു വിത്തിന് വേണ്ടി എടുക്കുന്നതാണ്. ഇവിടെ ഇത് വിളവെടുപ്പ് കഴിഞ്ഞ തോട്ടം അല്ലേ? കണ്ടോ, ഇത് വിളവെടുപ്പ് കഴിഞ്ഞ തോട്ടമാണ്. എല്ലാം പോയി കിടക്കുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്ക് കൊണ്ടുവരും ബ്രിഞ്ചോൾ വിത്ത് കൊടുക്കാം. ഇതവരുടെ സപ്പാടാണ്. അവർ രാവിലെ ഭക്ഷണമൊക്കെ ആയിട്ട് ഓരോരുത്തർ വരും. എന്നിട്ട് അവരുടെ എല്ലാ ടൂൾസും എല്ലാം ഉണ്ടാവും. ഇത്രയും എല്ലാ ആൾക്കാരുടെയും ഓരോ ബക്കറ്റിൽ അവരുടെ ഫുഡ്, സാധനം, വെള്ളവും എല്ലാം ഉണ്ട്. അവിടെ നിന്ന് പഴയും എന്നിട്ട് ഒരുമിച്ച് ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഒരു കോഴിക്കട തന്നെയാണ് ചേട്ടൻ്റെ വണ്ടി. ലാത്തിക്കുളം. എഴുതിക്കോ. ലാത്തിക്കുളം. നെക്സ്റ്റ് സൂറൻകുടി. அடுத்து வேம்பார். அடுத்து நாளாகும். ஏன்னா ஒவ்வொரு ஊருக்கடையில் 7 கிலோமீட்டர் 8 கிலோமீட்டர் சின்ன சின்ன ஊர் பிடிச்சி நீங்கள் ஈஸியாக பிடிச்சிருவீங்க. சூரங்குடின்னா ஈஸியாக இருக்கும். ஓகே ஓகே. சூரங்குடி ஈஸியாக வரும். ஓகே ஓகே. அங்கே தான் உங்களை சீக்கிரம் போயிடுவீங்க. அதான் நீங்கள் எப்படின்னா நீங்கள் சூரங்குடி அந்த ரூட்டு பிடிச்சி நீங்கள் ராமேஸ்வரம் போய் தான் தனுஷ்கோடி போக போகிறீங்க. அதான் இது. தேங்க்யூ. ஓகே. രാമേശ്വരം പോകുന്ന വഴിക്ക് കണ്ട ഒരു അമ്പലക്കുളമാണ് കേട്ടോ. എന്ത് മനോഹരമായിട്ടുള്ള ഒരു അമ്പലക്കുളമാണെന്ന് നോക്കിക്കേ. കംപ്ലീറ്റ് കൽപ്പടവും കണ്ട കൽമണ്ഡപവും ഒക്കെ ആയിട്ട് ഭയങ്കര വിസ്താരമുള്ളൊരു അമ്പലക്കുളം.